നമസ്കാരം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാന്റെ ഭാര്യ ഗുർപ്രീത് കൗർ ബലാത്സംഗ കേസ് ഒതുക്കി തീർക്കാൻ 5 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷാവശ്യത്തിൽ ബിജെപിയും ചേർന്നു. പഞ്ചാബിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ ശിരോമണി അകാലിദളും കോൺഗ്രസും നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ഭഗവത് മാന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആരോപണങ്ങളും അതീവ ഗൗരവമുള്ളതാണ്. സ്വതന്ത്രമായ അന്വേഷണം മാത്രമാണ് ഇതിനുള്ള പരിഹാരം. ബിജെപി നേതാവ് ഇക്ബാൽ സിംഗ് ലാൽപൂര ഇന്നലെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഭാര്യ ബലാത്സംഗ കേസ് ഒതുക്കി തീർക്കാൻ 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ പഞ്ചാബ് സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ച നോട്ടീസിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപ ആവശ്യപ്പെട്ടതായി വിരമിച്ച ഒരു ജഡ്ജി പരസ്യമായി പറഞ്ഞുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. NHRCയുടെ നടപടിക്രമരേഖകളിൽ ഇത് പറയുന്നു. വിവാദം ഉയർന്നതിനു പിന്നാലെ മുൻ പഞ്ചാബ് ജഡ്ജി ജസ്റ്റിസ് രഞ്ജിത് സിംഗിന് ഗുർപ്രീത് കൗർ നിയമ നോട്ടീസ് അയച്ചു. NHRC അംഗം പ്രിയങ്ക ഖനുംഗോയുടെ വാദപ്രകാരം പരാതി നൽകിയത് രഞ്ജിത് സിംഗ് ആണ്. കോൺഗ്രസ് നേതാവ് സുഖ്പാൽ ഖൈറയുടെ ഭാര്യ സഹോദരൻ കൂടിയാണ് മുൻ ജഡ്ജിയായ രഞ്ജിത് സിംഗ്. ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും ഉന്നയിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ഇത്തരം എല്ലാ ആരോപണങ്ങളെയും നേരിടാൻ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ്. മുൻപൊരിക്കലും ഞാൻ ഭീഷണികൾക്ക് വഴങ്ങിയിട്ടില്ല, ഇപ്പോഴും വഴങ്ങില്ല. എനിക്കെതിരെ സംസാരിക്കുന്നവർ ആദ്യം വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം നിയമ നോട്ടീസും നിയമന നടപടിയും നേരിടാൻ അവർ തയ്യാറായിരിക്കണം, ഗുർപ്രീത് കൗർ പറഞ്ഞു. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് വിവാദം ശക്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഭഗവത് മാന്റെ രാജി ശിരോമണി അകാലിദളും ആവശ്യപ്പെട്ടു. ബിജെപിയും അകാലിദളും സഖ്യകക്ഷികളായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പഞ്ചാബ് ചീഫ് സെക്രട്ടറിക്കും DGPക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ വനിതാ സുരക്ഷാ വിഭാഗത്തെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. NHRC അംഗം പ്രിയങ്ക ഖനുംഗോ പറഞ്ഞു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങും മുഖ്യമന്ത്രി വിഷയത്തിൽ ഉടൻ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം, അദ്ദേഹം പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് AAP വനിതാ വിഭാഗം അധ്യക്ഷ അമൻദീപ് കൗർ അറോറ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാര്യ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. നുണകൾ എല്ലാ പരിധികളും കടക്കുമ്പോൾ അതിനുള്ള മറുപടി രാഷ്ട്രീയമായി മാത്രമല്ല നിയമപരമായും നൽകേണ്ടി വരും. കോൺഗ്രസ് MLA സുഖ്പാൽ സിംഗ് വഘേറയുടെ ഭാര്യ സഹോദരൻ രഞ്ജിത് സിംഗ് അടുത്തിടെ ഡോക്ടർ ഗുർപ്രീത് കൗറിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങൾക്ക് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് അവർ അദ്ദേഹത്തിന് നിയമ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോടതിയിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അറോറ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും അവർ ആരോപിച്ചു. പഞ്ചാബിലെ AAP സർക്കാർ 4.5 വർഷത്തിനിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ അതിനെതിരെ പറയാൻ BJPക്കും അകാലിദളിനും ഒന്നുമില്ലെന്നും അതുകൊണ്ടാണ് അവർ നിരാശരായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അറോറ പറഞ്ഞു.